പേഴ്സണാലിറ്റി എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കാം, ഡിസിപ്ലിൻ, ഹൈജീൻ, അങ്ങനെയുള്ള കാര്യങ്ങളും അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരുന്നു എഡ്യൂക്കേഷനകത്ത്. അല്ലാതെ നമ്മൾ പഠിക്കുന്നോട്ട് മാത്സ് അല്ലെങ്കിൽ സയൻസ്, അത് ഫിസിക്സ് മാർക്ക് മാത്രമല്ല. ഇവിടെ ഉള്ളവർക്ക് അത് മാത്രമാണ് എഡ്യൂക്കേഷൻ ബേസിക്കലി. ഇതെല്ലാം പഠിച്ചിട്ട് നല്ലൊരു ഹ്യൂമൻ ബീങ് ആയില്ലെങ്കിൽ പിന്നെ അത് വലിയൊരു പോയിന്റ് ആട്ടോ. ഭയങ്കര ഒരു പലയിടത്തും കേട്ട് കാണും. എനിക്ക് ഇപ്പൊ ആരാവണം എന്നൊക്കെ ചോദിക്കും. പണ്ടൊക്കെ ഭയങ്കര ഹീറോയിക് ആയിട്ട് എനിക്ക് എഞ്ചിനീയർ. ഞാനൊന്ന് വെറൈറ്റി പിടിച്ച് പൈലറ്റ് എന്ന് പറഞ്ഞു. പക്ഷെ പൈലറ്റ് ആയില്ല. ഞാൻ ഈ JRC അല്ലെങ്കിൽ NCC ഇങ്ങനത്തെ ഇതിന്റെ ഒക്കെ പരിപാടിക്കൊക്കെ പോകുമ്പം അവിടെയൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട് എനിക്ക് നല്ല ഹ്യൂമൻ ബീങ് ആവണം. പക്ഷെ ആരും അത് അവരുടെ സ്വന്തം മനസ്സിൽ നിന്ന് ആലോചിച്ചെടുത്ത് പറയുന്ന ആൻസർ ആണെന്ന് എനിക്കിതുവരെ തോന്നിയിട്ടില്ല. അത് ജസ്റ്റ് ഒരു ഷോ ഓഫ് എന്ന രീതിക്കാണ് പറയുന്നത്. ആ ആൻസർ അല്ലെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ കൊടുത്ത ഒരു ആൻസർ എന്ന് പറഞ്ഞാൽ അത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. നമ്മളെ ഒരു നല്ല ഹ്യൂമൻ ബീങ് ആക്കുക, ഒരു നല്ല പേഴ്സണാലിറ്റി ഉള്ള ഒരു മനുഷ്യനാക്കി മാറ്റുക എന്ന് പറയുന്നത് ഫസ്റ്റില് തുടങ്ങി വെക്കേണ്ടത് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലാണ്. ഞാൻ ഇല്ലെന്നല്ല പറയുന്നത്, പക്ഷെ അവിടെ മിസ് ചെയ്യുന്ന കുറെ അധികം കാര്യങ്ങൾ ഇനിയും ഇമ്പ്രൂവ് ആയിക്കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഹിഡൻ ട്രഷർ പോലെ അതിനകത്ത് ഇങ്ങനെ കിടപ്പുണ്ട്. അതെ, എല്ലാം ഒന്നും ഇല്ല, പക്ഷെ ആ ഉള്ളത് പോലും ആർക്കും എക്സ്ട്രാക്ട് എടുക്കാൻ പറ്റുന്നില്ല. ഇങ്ങനത്തെ മെന്റൽ ഹെൽത്ത് അല്ലെങ്കിൽ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ മെൻഷൻ ചെയ്ത് പോകുന്നുണ്ട്. പക്ഷെ അതൊക്കെ എക്സ്ട്രാ റീഡ് അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങളായിട്ട് മാറി ഒരു സൈഡിലേക്ക് അവോയ്ഡ് ചെയ്തിട്ടേക്കാണ്.